കത്തോലിക്ക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് നിഷ്പന്നമായത്? ഗ്രീക്ക്. കത്തോലിക്ക് എന്ന വാക്ക് കാത്തോലിക്കോസ്, കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതിനർത്ഥം പൊതുവായ അല്ലെങ്കിൽ സാർവത്രികമായ എന്നാണ്. ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? അഷ്ടപ്രധാൻ. മറാത്ത ഭരണാധികാരിയായ ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 8 പ്രധാന മന്ത്രിമാരാണ് ഈ സഭയിലുണ്ടായിരുന്നത്. പ്രാചീനകാലത്ത് ദക്ഷിണകോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ആധുനിക ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ ഭാഗങ്ങൾ പ്രാചീനകാലത്ത് ദക്ഷിണകോസലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് മഹാഭാരതത്തിലും രാമായണത്തിലും പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ്. ഏറ്റവും വലുപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലിയ മുട്ടയിടുന്നത്. ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.4 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പനാമ കനാൽ. മധ്യ അമേരിക്കയിലെ പനാമയിൽ സ്ഥിതി ചെയ്യുന്ന പനാമ കനാൽ ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കപ്പൽഗതാഗത മാർഗമാണ്. ഇത് കപ്പലുകൾക്ക് ദൂരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കെൽവിൻ സ്കെയിലിൽ മനുഷ്യശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? 310 കെൽവിൻ. മനുഷ്യശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ 273.15 കൂട്ടിച്ചേർക്കണം. അതിനാൽ ഏകദേശം 310 കെൽവിൻ ആണ് ശരിയുത്തരം. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്. 1935 ഏപ്രിൽ 1 ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഷിൻഹ്വ ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ്? ചൈന. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഷിൻഹ്വ ന്യൂസ് ഏജൻസി. ഇത് ചൈനയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഏത് മലമുകളിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്? പഴനിമല. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാൽ പശ്ചിമഘട്ടത്തിലെ പഴനി മലനിരകളിൽ ഉൾപ്പെടുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ്. NDA സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ പ്രസിഡന്റായ വ്യക്തി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11 സ്വരചിഹ്നം ആമത് രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 2002 NDAയും കോൺഗ്രസും ഉൾപ്പെടെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് അദ്ദേഹം രാഷ്ട്രപതിയായത്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? വുഡ് ബഫല്ലോ നാഷണൽ പാർക്ക്. കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ബഫല്ലോ നാഷണൽ പാർക്ക് കാനഡയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനങ്ങളിൽ ഒന്നുമാണ്. യുനെസ്കോ ലോക പൈതൃക പദവിയുള്ള ഈ പാർക്ക് വുഡ് ബൈസണുകൾക്ക് പേരുകേട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ നീതിന്യായ കോടതിയും അപ്പീൽ കോടതിയുമാണ് സുപ്രീം കോടതി. രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പാക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഏറ്റവും ലവണാംശം കൂടിയ കടൽ ഏതാണ്? ചാവുകടൽ. ജോർദാനും ഇസ്രായേലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവുകടൽ ലോകത്തിലെ ഏറ്റവും ലവണാംശം കൂടിയ ജലാശയങ്ങളിൽ ഒന്നാണ്. ഇതിലെ ഉയർന്ന ഉപ്പിന്റെ അംശം കാരണം ജീവികൾക്ക് നിലനിൽക്കാൻ പ്രയാസമാണ്. സ്റ്റെന്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യാനും രക്തയോട്ടം സുഗമമാക്കാനും ഉപയോഗിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് സ്റ്റെന്റ് ചികിത്സ. ഇത് കൊറോണറി ആർട്ടറി രോഗത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നു. ഏറ്റവും കുറഞ്ഞ കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 9ാമത്തെ പ്രസിഡന്റായിരുന്ന വില്യം ഹെൻറി ഹാരിസൺ
അധികാരത്തിലേറി 31 ദിവസങ്ങൾക്ക് ശേഷം ന്യൂമോണിയ ബാധിച്ചു മരിച്ചു. അങ്ങനെ ഏറ്റവും കുറഞ്ഞ കാലം പ്രസിഡന്റായ വ്യക്തിയായി അദ്ദേഹം മാറി. അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയ യുദ്ധം. ഹൈഡാസ്പസ് യുദ്ധം. BC 326 അലക്സാണ്ടർ ചക്രവർത്തിയും പഞ്ചാബിലെ രാജാവായിരുന്ന പോറസും തമ്മിൽ നടന്ന യുദ്ധമാണ് ഹൈഡാസ്പസ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ജലം നദിയുടെ തീരത്താണ് ഈ യുദ്ധം നടന്നത്. ഏത് നദിയുടെ തീരത്താണ് ശ്രീനാരായണഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാർ. ശ്രീനാരായണഗുരു 1888 നെയ്യാർ നദിയുടെ തീരത്തുള്ള അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഏത് മാസത്തിലാണ് ഐക്യരാഷ്ട്രസഭ പൊതുസഭ സാധാരണയായി സമ്മേളിക്കുന്നത്? സെപ്റ്റംബർ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ സാധാരണ സമ്മേളനം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ന്യൂയോർക്കിലെ ആസ്ഥാനത്ത് ആരംഭിക്കുന്നു. ലോക നേതാക്കൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഗോള വേദിയാണിത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 4 വർഷം. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 4 വർഷമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 2 തവണ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ കഴിയും. ആധുനിക ബാബിലോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലണ്ടൻ. പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, ചരിത്രപരമായ പ്രാധാന്യം കാരണം ലണ്ടൻ നഗരത്തെ ചിലപ്പോൾ ആധുനിക ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പുരാതന ബാബിലോണിന്റെ പ്രൗഢിയുമായി താരതമ്യം ചെയ്താണ് ഈ വിശേഷണം. ഏത് മുഗൾ ചക്രവർത്തിയാണ് ശിവജിയെ തടവുകാരനാക്കിയത്? ഔറംഗസേബ്. മറാത്ത ഭരണാധികാരിയായ ശിവജിയെ 1666 ഔറംഗസേബ് ചക്രവർത്തി ആഗ്രയിൽ വെച്ച് തടവുകാരനാക്കി. എന്നാൽ ശിവജി അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടു. ഏത് രാജ്യത്താണ് പോളോ കളി ഉത്ഭവിച്ചത്? ഇന്ത്യ. പോളോ കളി ഉത്ഭവിച്ചത് പേർഷ്യയിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മണിപ്പൂരിലാണ് ആധുനിക പോളോയുടെ രൂപം വികസിച്ചത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് ഇത് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്. ഏത് സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ ഭരണത്തിൽ തദ്ദേശീയർക്ക് കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 1891 സമർപ്പിച്ച മലയാളി മെമ്മോറിയലിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത്? ഗുരുവായൂർ. പ്രസിദ്ധ സംസ്കൃത കവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് രചിച്ച സ്തോത്രകാവ്യമാണ് നാരായണീയം. ഇത് ഭാഗവതം ദശമസ്കന്ധത്തിന്റെ സംഗ്രഹമാണ്. ഏതു മേഖലയിലാണ് പുലിറ്റ്സർ സമ്മാനം നൽകുന്നത്? മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനം, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് നൽകുന്ന ഒരു അമേരിക്കൻ അവാർഡാണ് പുലിറ്റ്സർ സമ്മാനം. കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് നൽകുന്നത്. ഏത് മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചത്? അക്ബർ. മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഫത്തേപൂർ സിക്രി എന്ന മനോഹരമായ തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചത്. 1571 നിർമ്മാണം ആരംഭിച്ച ഈ നഗരം പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. ഏത് ഇന്ത്യൻ നദിയാണ് ടിബറ്റിൽ സാംബോ എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ യാർലുങ് സാംഗ്ബോ എന്നറിയപ്പെടുന്ന നദിയാണ് ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്ന പേരിൽ ഒഴുകുന്നത്. ഏഷ്യയിലെ പ്രധാന നദികളിൽ ഒന്നാണിത്. ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിംഗ് പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ചാൾസ് കാനിംഗ് പ്രഭുവായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി. ഒരു പ്രാദേശിക ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് ആരാണ്? സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ള. മലയാളത്തിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ളയായിരുന്നു. കാറൽ മാർക്സ് എന്ന പേരിലാണ് ഈ ജീവചരിത്രം പുറത്തിറക്കിയത്. 1 കിലോ സ്വർണം എത്ര പവനാണ്? 125.
ഒരു പവൻ എന്നത് 8 ഗ്രാം സ്വർണമാണ്. 1 കിലോഗ്രാം 1000 ഗ്രാം സ്വർണത്തിൽ 1000/8 സമം 125 പവനുണ്ടാകും. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം മഞ്ഞ. ഒളിമ്പിക് പതാകയിലെ 5 വളയങ്ങൾ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മഞ്ഞ വളയം ഏഷ്യയെയാണ് സൂചിപ്പിക്കുന്നത്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ജെറിയാട്രിക്സ്. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് ജെറിയാട്രിക്സ്. ഇത് പ്രായമായവരുടെ പരിചരണത്തിന് ഊന്നൽ നൽകുന്നു. ഓമനത്തിങ്കൾക്കിടാവോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പി. പ്രശസ്ത മലയാളം താരാട്ടുപാട്ടായ ഓമനത്തിങ്കൾക്കിടാവോ എന്ന ഗാനം രചിച്ചത് തിരുവിതാംകൂറിലെ ആസ്ഥാന കവിയായിരുന്ന ഇരയിമ്മൻ തമ്പിയാണ്. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവിനുവേണ്ടി എഴുതിയതാണ്. ഓക്സിജനില്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ഫു ദോർജി. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഫു ദോർജി. 1984-ലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നേട്ടം. സമുദ്രത്തിൽ പതിക്കാത്ത പ്രധാന ഇന്ത്യൻ നദി ലൂണി. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൂണി നദി സമുദ്രത്തിൽ പതിക്കാതെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പ്രദേശത്ത് വെച്ച് വറ്റിപ്പോകുന്നു. സമുദ്രത്തിന്റെ ശരാശരി ആഴം എത്ര മീറ്ററാണ്? 3554 മീറ്റർ. ലോക സമുദ്രങ്ങളുടെ ശരാശരി ആഴം ഏകദേശം 3554 മീറ്റർ 11660 അടി ആണ്. ഇത് സമുദ്രശാസ്ത്രത്തിലെ ഒരു പ്രധാന അളവാണ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണം എക്കോസൗണ്ടർ. ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോസൗണ്ടർ അഥവാ സോണാർ. ഇത് സമുദ്രത്തിലെ വസ്തുക്കൾ കണ്ടെത്താനും ഉപയോഗിക്കുന്നു. കിൻഡർഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫ്രോബെൽ. ജർമ്മൻ വിദ്യാഭ്യാസ വിദഗ്ധനായ ഫ്രീഡ്രിക്ക് ഫ്രോബെൽ ആണ് കിൻഡർഗാർട്ടൻ സമ്പ്രദായം ആരംഭിച്ചത്. കുട്ടികളുടെ സ്വതന്ത്രമായ കളികളിലൂടെയുള്ള പഠനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഇന്ത്യയിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥലം സെറാംപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ 1812-ൽ പശ്ചിമ ബംഗാളിലെ സെറാംപൂരിൽ ശ്രീരാംപൂർ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിലെ വ്യവസായ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്ത അതിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരവും ഉത്സവങ്ങളും കാരണം സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നു. കിരാതാർജുനീയം രചിച്ചത് ആരാണ്? ഭാരവി. സംസ്കൃത സാഹിത്യത്തിലെ മഹാകാവ്യങ്ങളിൽ ഒന്നായ കിരാതാർജുനീയം രചിച്ചത് ഭാരവി എന്ന കവിയാണ്. അർജുനനും ശിവനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിലെ പ്രധാന വിഷയം. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശില. ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നുള്ള മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. മറ്റ് ശിലകൾക്ക് അടിസ്ഥാനം നൽകുന്നതിനാൽ ഇവയെ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഒരേയൊരു ലാൻഡ് ലോക്ഡ് മേജർ തുറമുഖം വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തുറമുഖം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ്. ഇത് ഒരു സ്വാഭാവികവും ലാൻഡ് ലോക്ഡ് ആയതുമായ തുറമുഖമാണ്. സ്വന്തം ചാരത്തിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് വരുമെന്ന ഐതിഹ്യത്താൽ പ്രസിദ്ധമായ പക്ഷി ഫീനിക്സ്. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഫീനിക്സ് പക്ഷിക്ക് സ്വന്തം ചാരത്തിൽ നിന്ന് പുനർജനിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് അനശ്വരതയുടെയും പുനർജന്മത്തിന്റെയും പ്രതീകമാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി റാംഗംഗ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് റാംഗംഗ. ഇത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം വാതപ്പനി. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് വാതപ്പനി, റുമാറ്റിക് ഫീവർ. ഇത് സാധാരണയായി സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ മൂലമുള്ള അണുബാധയ്ക്ക് ശേഷം ഉണ്ടാകാം.
ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? കോസി. ഇന്ത്യയിൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി അതിന്റെ ഗതി മാറ്റാനുള്ള പ്രവണതയും അപ്രതീക്ഷിത പ്രളയങ്ങളും കാരണം ഏറ്റവും അപകടകാരിയായ നദിയായി കണക്കാക്കപ്പെടുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു പേര്. 1952-ൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്തതിനെ തുടർന്നാണ് ഈ പേര് ലഭിച്ചത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിലും പാറകളിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഇത് സിലിക്കേറ്റ് ധാതുക്കളുടെ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. ചട്ടമ്പിസ്വാമിയുടെ സമാധി എവിടെയാണ്? പന്മന. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുടെ സമാധി കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരം? കോട്ടയം. കേരളത്തിലെ കോട്ടയം നഗരം 1989-ൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലെ ഒരു പ്രധാന നേട്ടമാണ്. പെരിയപുരാണം എഴുതിയത് ആരാണ്? സേക്കിഴാർ. തമിഴ് ഭക്തിസാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയായ പെരിയപുരാണം രചിച്ചത് സേക്കിഴാർ എന്ന കവിയാണ്. 63 നായനാർമാരുടെ ജീവിതകഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പെരിയാർ വന്യമൃഗസംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ വന്യമൃഗസംരക്ഷണ കേന്ദ്രം കടുവകൾക്കും ആനകൾക്കും പേരുകേട്ടതാണ്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഹംസവും ദമയന്തിയും എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മ. പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് ഹംസവും ദമയന്തിയും. ഇന്ത്യൻ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ചാലിസ എന്ന 40 അംഗ മതമേധാവികളുടെ സംഘത്തെ അമർച്ച ചെയ്തത് ആരാണ്? ബാൽബൻ. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ സുൽത്താനായ ഗിയാസുദ്ദീൻ ബാൽബൻ ചാലിസ അഥവാ ചെഹൽഗാനി എന്ന 40 അംഗ പ്രഭുക്കന്മാരുടെ സംഘത്തെ ഇല്ലാതാക്കി തന്റെ അധികാരം ഉറപ്പിച്ചു. ചാലൂക്യ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനാരാണ്? പുലികേശി രണ്ടാമൻ. ബദാമി ചാലൂക്യ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു പുലികേശി രണ്ടാമൻ. നർമ്മദാ നദീതീരത്തുവെച്ച് ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പ്രധാന വിജയമാണ്. സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആഭരണങ്ങൾ, നിക്ഷേപം എന്നിവയ്ക്കായി സ്വർണം ഇവിടെ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധികാരം നിലനിർത്തുന്നതിനുവേണ്ടി ഇന്ത്യ ഡിഫൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധികാരം നിലനിർത്തുന്നതിനുവേണ്ടി ഇന്ത്യ ഡിഫൻസ് ലീഗ് സ്ഥാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗം? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ കൂടുകളിൽ പകൽ സമയത്ത് പെൺപക്ഷിയും രാത്രിയിൽ ആൺപക്ഷിയുമാണ് മുട്ടകൾക്ക് അടയിരിക്കുന്നത്. ഇത് മുട്ടകളെ താപനിലയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഹൈഡ്രജനും ക്ലോറിനും ചേർന്നതാണ്. ഇതിൽ ഓക്സിജൻ അടങ്ങിയിട്ടില്ല. ഇതൊരു ശക്തമായ ധാതു ആസിഡാണ്. ഇന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ 3 ആധുനിക സർവകലാശാലകളിൽ ഒന്നായ കൊൽക്കത്ത സർവകലാശാല 1857-ൽ സ്ഥാപിക്കപ്പെട്ടു. മദ്രാസ്, ബോംബെ സർവകലാശാലകളും ഇതേ വർഷം സ്ഥാപിക്കപ്പെട്ടു. വാഗ അതിർത്തി ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി കടന്നുപോകുന്ന പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ ഒന്നാണ് പഞ്ചാബിലെ വാഗ അതിർത്തി.
ഇവിടെ ദിവസവും പതാക താഴ്ത്തുന്ന ചടങ്ങ് നടക്കുന്നു. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം മദ്രാസ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി 1904 മദ്രാസിൽ, ഇന്നത്തെ ചെന്നൈ, സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. സംഘകാല ചോഴന്മാരുടെ ചിഹ്നം കടുവ. തെക്കേ ഇന്ത്യയിലെ സംഘകാലഘട്ടത്തിലെ പ്രബലരായ ചോഴ രാജവംശത്തിന്റെ രാജകീയ ചിഹ്നം കടുവയായിരുന്നു. അവരുടെ പതാകകളിലും നാണയങ്ങളിലും ഇത് ആലേഖനം ചെയ്തിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇതിനെ ഡിസോർഡേഴ്സ് ഇൻക്വയറി കമ്മിറ്റി എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈസൻസുള്ള പൈലറ്റായിരുന്നു JRD ടാറ്റ. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പിതാവായും ടാറ്റ എയർലൈൻസ് സ്ഥാപകനായും അദ്ദേഹം അറിയപ്പെടുന്നു. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധയായ കവയിത്രി ഔവയാർ. പുരാതന തമിഴ് സാഹിത്യത്തിലെ സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധയായ കവയിത്രിയായിരുന്നു ഔവയാർ. അവരുടെ കവിതകൾ ധാർമ്മിക മൂല്യങ്ങൾക്കും ജ്ഞാനത്തിനും ഊന്നൽ നൽകി. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏതു ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖാപ്രദേശത്ത്. ഭൂമധ്യരേഖാപ്രദേശത്ത് വർഷം മുഴുവൻ ഏകദേശം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഈ പ്രദേശത്ത് ലംബമായി പതിക്കുന്നതുകൊണ്ടാണ് ഇത്. കിമിഗായോ ഏത് രാജ്യത്തിന്റെ ദേശീയഗാനമാണ്? ജപ്പാൻ. കിമിഗായോ കെമഗായോ ജപ്പാന്റെ ദേശീയഗാനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയഗാനങ്ങളിൽ ഒന്നാണിത്. ശിലകളെ സംബന്ധിച്ച പഠനം ലിത്തോളജി. ശിലകളുടെ ഉത്ഭവം, ഘടന, രാസഘടന, വർഗീകരണം എന്നിവയെക്കുറിച്ചുള്ള ഭൗമശാസ്ത്ര പഠനശാഖയാണ് ലിത്തോളജി. കിയോലാഡിയോ പക്ഷി സങ്കേതം എവിടെയാണ്? ഭരത്പൂർ. രാജസ്ഥാനിലെ ഭരത്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കിയോലാഡിയോ ദേശീയോദ്യാനം, മുമ്പ് കിയോലാഡിയോ ഗാന പക്ഷി സങ്കേതം, ദേശാന്തര പക്ഷികളുടെ ഒരു പ്രധാന ആവാസകേന്ദ്രമാണ്. ഇത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ്. കേരളവർമ്മ പുലപ്പേടി എന്ന പ്രാചീനാചാരം നിരോധിച്ചത് ഏതു വർഷത്തിൽ? AD 1696. കേരളത്തിൽ നിലനിന്നിരുന്ന പ്രാകൃതമായ ആചാരങ്ങളിലൊന്നായിരുന്ന പുലപ്പേടി, മണ്ണാപ്പേടി നിരോധിച്ചത് AD 1696 കേരളവർമ്മയായിരുന്നു. കേരളവ്യാസൻ എന്നറിയപ്പെട്ടത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മഹാഭാരതം മുഴുവൻ ഒറ്റവർഷം കൊണ്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളവ്യാസൻ എന്നറിയപ്പെട്ടു. കിംബർലി വജ്രഖനി ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കിംബർലി ഖനി ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനികളിൽ ഒന്നാണ്. ബിഗ് ഹോൾ എന്നും ഇത് അറിയപ്പെടുന്നു. ഗുവാഹത്തിയുടെ പഴയ പേര് പ്രഗ്ജ്യോതിഷ്പൂർ. ആസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയുടെ പുരാതന പേര് പ്രഗ്ജ്യോതിഷ്പൂർ ആയിരുന്നു. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രധാന നഗരമാണിത്. കിതാബ് ഉൽ ഹിന്ദ് രചിച്ചത് ആര്? അൽ ബെറൂണി. അൽ ബെറൂണി എഴുതിയ ഒരു പ്രധാന ചരിത്രഗ്രന്ഥമാണ് കിതാബ് ഉൽ ഹിന്ദ്. 11ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കുന്നിൻപൂവിന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് എവിടെ? കാശ്മീർ. ഹിമാലയൻ താഴ്വരകളിലെ മനോഹരമായ ഭൂപ്രകൃതിയും പൂന്തോട്ടങ്ങളും കാരണം കാശ്മീരിനെ കുന്നിൻപൂക്കളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സൂര്യന്റെ പ്രകാശിക്കുന്ന ഉപരിതലത്തിന് പറയുന്ന പേര് ഫോട്ടോസ്ഫിയർ. സൂര്യന്റെ ദൃശ്യമായ ഉപരിതലമാണ് ഫോട്ടോസ്ഫിയർ. ഇവിടെ നിന്നാണ് പ്രകാശം പുറത്തേക്ക് വരുന്നത്. വിപ്ലവം ഒരു അത്താഴവിരുന്നല്ല എന്ന് പറഞ്ഞത് ആര്? മാവോ സേതൂങ്. ചൈനീസ് വിപ്ലവ നേതാവായ മാവോ സേതൂങ്
വിപ്ലവത്തിന്റെ ഗൗരവവും രക്തരൂക്ഷിതമായ സ്വഭാവവും ഊന്നിപ്പറയുന്നതിനാണ് ഈ വാക്യം ഉപയോഗിച്ചത്. വിൻസ്റ്റൺ ചർച്ചിലിന് സാഹിത്യ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1953. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് അദ്ദേഹത്തിന്റെ ജീവചരിത്രപരമായ എഴുത്തുകൾക്കും ചരിത്രരചനകൾക്കും പ്രസംഗങ്ങൾക്കും 1953 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സുമോ ഗുസ്തി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ്? ജപ്പാൻ. സുമോ ഗുസ്തി ജപ്പാന്റെ ദേശീയ കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നു. ജപ്പാനിൽ ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഗുഡ്ഗാവ് വ്യാവസായിക മേഖല ഏത് സംസ്ഥാനത്ത്? ഹരിയാന. ഹരിയാന സംസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ് ഗുരുഗ്രാം, പഴയ പേര് ഗുഡ്ഗാവ്. ഇത് ഐ.ടി. ഓട്ടോമൊബൈൽ വ്യവസായങ്ങൾക്ക് പേരുകേട്ടതാണ്. ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് കേന്ദ്ര ക്യാബിനറ്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത്? ബാറ്റിസ്റ്റ. 1959 ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവം ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് നടന്നത്. ഇത് ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കുന്നതിന് കാരണമായി. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാലാവസ്ഥാ ഉപകരണമാണ് അനിമോമീറ്റർ. കാർബോറാണ്ടത്തിന്റെ രാസനാമം? സിലിക്കൺ കാർബൈഡ്. സിലിക്കൺ കാർബൈഡിന്റെ സിലിക്കോൺ കാർബൈഡ് സെക് വ്യാവസായിക നാമമാണ് കാർബോറാണ്ടം. ഇത് വളരെ കടുപ്പമുള്ള ഒരു സംയുക്തമാണ്. കാർലയിലുള്ള പ്രശസ്തമായ ചൈത്യം നിർമ്മിച്ചത് ഏതു വംശക്കാരുടെ കാലത്താണ്? ശതവാഹന. മഹാരാഷ്ട്രയിലെ കാർലെ ബുദ്ധഗുഹകളിലെ ചൈത്യം ശതവാഹന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇത് പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. കാർബോഹൈഡ്രേറ്റിനെ ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത്? ഗ്ലൈക്കോജൻ. ശരീരത്തിലെ അധിക കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ രൂപത്തിൽ കരളിലും പേശികളിലും ശേഖരിക്കപ്പെടുന്നു. ഊർജ്ജം ആവശ്യമുള്ളപ്പോൾ ഇത് ഗ്ലൂക്കോസായി മാറ്റപ്പെടുന്നു. കാർട്ടോഗ്രാഫർ എന്താണ് നിർമ്മിക്കുന്നത്? ഭൂപടം. ഭൂപടങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. സന്യാസിമാരുടെ രാജ്യമെന്ന് അറിയപ്പെടുന്നത്? കൊറിയ. ചരിത്രപരമായി കൊറിയയെ സന്യാസി രാജ്യമായി വിശേഷിപ്പിക്കാറുണ്ട്. പാശ്ചാത്യ ലോകത്തിന് അത്രയധികം പരിചയമില്ലാത്തതും ഒറ്റപ്പെട്ടു നിന്നതുമായ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. സമ്പന്നതീരം എന്ന് അറിയപ്പെടുന്ന രാജ്യം? കോസ്റ്റാറിക്ക. സ്പാനിഷിൽ സമ്പന്നതീരം എന്നർത്ഥം വരുന്ന കോസ്റ്റാറിക്ക എന്ന പേര് ക്രിസ്റ്റഫർ കൊളംബസ് ഈ രാജ്യത്തിന് നൽകിയതാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? എറണാകുളം. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം? കോട്ടയം. കേരളത്തിലെ കോട്ടയം പട്ടണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണമായി അറിയപ്പെടുന്നത്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്? ദ്രോണാചാര്യ അവാർഡ്. കായിക രംഗത്ത് മികച്ച പരിശീലനം നൽകുന്ന കോച്ചുകൾക്ക് ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ദ്രോണാചാര്യ അവാർഡ്. 1985 ഇത് ഏർപ്പെടുത്തി. ഗർഭ ഏത് സംസ്ഥാനത്തെ തനതായ നൃത്തരൂപമാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു പരമ്പരാഗത നാടോടി നൃത്തരൂപമാണ് ഗർഭ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് സാധാരണയായി അവതരിപ്പിക്കാറുണ്ട്. രണ്ടുകാലിൽ ഓടുന്ന ജീവികളിൽ ഏറ്റവും വേഗത കൂടിയത്? ഒട്ടകപ്പക്ഷി.
ഒട്ടകപ്പക്ഷിക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയും. ഇത് രണ്ടുകാലിൽ ഓടുന്ന പക്ഷികളിൽ ഏറ്റവും വേഗതയേറിയതാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെട്ടത് വേഡ്സ്വർത്ത്. റൊമാന്റിക് കവിയായിരുന്ന വില്യം വേഡ്സ്വർത്തിനെ വില്യം വേർഡ്സ്വർത്ത് പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അതിനെക്കുറിച്ചുള്ള കവിതകളും കാരണം പ്രകൃതിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നു. എഡിസൺ നിർമ്മിച്ച ചലച്ചിത്രയന്ത്രം കൈനെറ്റോഗ്രാഫ്. ചലിക്കുന്ന ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനായി തോമസ് എഡിസൺ 1891-ൽ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് കൈനെറ്റോഗ്രാഫ്. ഇത് ആദ്യകാല ചലച്ചിത്ര സാങ്കേതികവിദ്യയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് നിലവിൽ ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ഭാരം കൂടിയതുമായ പക്ഷി. ഇവയ്ക്ക് 2.7 മീറ്റർ വരെ ഉയരം വയ്ക്കാം. സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് ആര്? ടി മാധവറാവു. തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവുവിന്റെ കാലത്താണ് സർക്കാർ അഞ്ചൽ എന്ന പേരിൽ ആധുനിക പോസ്റ്റൽ സർവീസുകൾക്ക് തുടക്കമിട്ടത്. കേരളത്തിലെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്നത് കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കൃഷിസ്ഥലങ്ങളും കായലുകളും കാരണം കുട്ടനാടിനെ കേരളത്തിന്റെ നെതർലാൻഡ്സ് അഥവാ ഹോളണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നത് എവിടെ? സൈലന്റ് വാലി. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം സിംഹവാലൻ കുരങ്ങുകളുടെ ലയൺ ടെയിൽഡ് മക്കാക്ക് പ്രധാന ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തെ ഇവിടെ സംരക്ഷിക്കുന്നു. കൂനൂർ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ് കൂനൂർ. ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായയുടെ പേര്? ലൈക്ക. 1957-ൽ സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 2 ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്ത ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? ഏവിയേഷൻ സ്പിരിറ്റ്. വിമാനങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ. ഇത് ഉയർന്ന നിലവാരമുള്ളതും പ്രത്യേകമായി ശുദ്ധീകരിച്ചതുമായ പെട്രോളിയം ഉൽപ്പന്നമാണ്. കനിഷ്കന്റെ കൊട്ടാരം വൈദ്യൻ? ചരകൻ. കുശാന സാമ്രാജ്യത്തിലെ കനിഷ്ക ചക്രവർത്തിയുടെ കൊട്ടാരം വൈദ്യനും ആയുർവേദത്തിലെ പ്രമുഖനുമായിരുന്നു ചരകൻ. ചരകസംഹിത അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം? ടൈറ്റാനിയം. ടൈറ്റാനിയം വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ ഒരു ലോഹമാണ്. അതിനാൽ വിമാനങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും നിർമ്മാണത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം? മൗസ്. കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകളിൽ കഴ്സർ നിയന്ത്രിക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. കങ്കാരുവിന്റെ നാട്? ഓസ്ട്രേലിയ. കങ്കാരുക്കൾ ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന സഞ്ചിമൃഗങ്ങളാണ്. അതിനാൽ ഓസ്ട്രേലിയയെ കങ്കാരുവിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കണിയാങ്കുളം യുദ്ധം ഏതു വർഷത്തിൽ? AD 1634. 1634-ൽ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നാണ് കണിയാങ്കുളം യുദ്ധം. കള്ളം പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം? പോളിഗ്രാഫ്. ഒരു വ്യക്തിയുടെ ശാരീരിക പ്രതികരണങ്ങൾ, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വാസം നിരീക്ഷിച്ചുകൊണ്ട് നുണ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഉപകരണമാണ് പോളിഗ്രാഫ്. ഇത് നുണ പരിശോധന എന്നും അറിയപ്പെടുന്നു. വയനാട് ജില്ലയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? പൂക്കോട്. വയനാട് ജില്ലയിലെ ഒരു പ്രകൃതിദത്ത ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 770 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ? തെലുങ്ക്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണ്. ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ഔദ്യോഗിക ഭാഷയാണിത്. വരാഹമിഹിരൻ ആരുടെ സദസ്യനായിരുന്നു? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ വിക്രമാദിത്യൻ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരാഹമിഹിരൻ. അദ്ദേഹം ഒരു പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. ഇന്ത്യയിൽ പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? 1992. ഇന്ത്യയിൽ ആനകളെയും അവയുടെ ആവാസവ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി 1992 ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എലിഫന്റ്. ഒരിക്കലും പാതിവഴിയിൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞതാര്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രശസ്തമായ ഈ ഉദ്ധരണി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൃഢനിശ്ചയത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവ്? ബി.ആർ. അംബേദ്കർ. 1990 വി.പി. സിംഗ് സർക്കാരിന്റെ കാലത്താണ് ബി.ആർ. അംബേദ്കർക്ക് മരണാനന്തരം ഭാരതരത്ന ലഭിച്ചത്. ഇതൊരു കോൺഗ്രസ് ഇതര സർക്കാർ നൽകിയ ആദ്യ ഭാരതരത്നകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി എ.ടി.എം. സംവിധാനം നിലവിൽ വന്ന നഗരം? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി എ.ടി.എം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ സംവിധാനം നിലവിൽ വന്നത് 1987 മുംബൈയിലാണ്. HSBC ബാങ്കാണ് ഇത് സ്ഥാപിച്ചത്. കളിമൺ പാത്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം? ചൈന. കളിമൺ പാത്രങ്ങളുടെ ഉപയോഗത്തിന് ലോകത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന തെളിവുകൾ ചൈനയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുമ്പേ ചൈനയിൽ കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഓറഞ്ച്. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സ് യഥാർത്ഥത്തിൽ ഓറഞ്ച് നിറത്തിലാണ്. ഇത് അപകടസ്ഥലത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. മഹാനായ അലക്സാണ്ടറുടെ മാതാവ്? ഒളിമ്പിയാസ്. മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമന്റെ നാലാമത്തെ ഭാര്യയും മഹാനായ അലക്സാണ്ടറുടെ അമ്മയുമായിരുന്നു ഒളിമ്പിയാസ്. അഹുറ മസ്ദയും അഹ്രിമാനും നന്മയെയും തിന്മയെയും പ്രതിനിധാനം ചെയ്യുന്ന മതം? പാഴ്സി മതം. പാഴ്സി മതം അഥവാ സൊറോസ്ത്രിയനിസത്തിൽ അഹുറ മസ്ദ നന്മയെയും വെളിച്ചത്തെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ അഹ്രിമാൻ തിന്മയെയും ഇരുളിനെയും പ്രതീകവൽക്കരിക്കുന്നു. കാമസൂത്രം രചിച്ചത് ആര്? വാത്സ്യായനൻ. കാമസൂത്രം വാത്സ്യായനൻ രചിച്ച ഒരു പ്രാചീന ഇന്ത്യൻ സംസ്കൃത ഗ്രന്ഥമാണ്. ഇത് ലൈംഗികത, ബന്ധങ്ങൾ, ജീവിതശൈലി എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കായ്കളുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം? വാഴ. സാധാരണയായി വാഴപ്പഴത്തിന് വിത്തുകളില്ല. ഇത് വാഴയുടെ പാർത്തിനോകാർപ്പിക് സ്വഭാവം പഥനോകാർപ്പിക് നേച്ചർ മൂലമാണ്. കായം ഏതിനത്തിൽപ്പെടുന്ന വസ്തുവാണ്? റെസിൻ. കായം അസഫാറ്റിഡ ഒരു സസ്യ റെസിനാണ്. ഫെറൂല അസഫോറ്റിഡ, ഫെറൂല അസഫാറ്റിഡ എന്ന സസ്യത്തിന്റെ വേരുകളിൽ നിന്ന് ലഭിക്കുന്ന പശ പോലെയുള്ള സ്രവമാണിത്. വിറ്റാമിൻ സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്. ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൊളാജിൻ ഉൽപാദനത്തിനും സഹായിക്കുന്നു. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? തുളസി. ഔഷധഗുണങ്ങൾ ഏറെയുള്ള തുളസിയെ ഓഷമം ടെന്യുവഫ്ലോറം ഔഷധികളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആയുർവേദത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ബംഗബന്ധു എന്ന് അറിയപ്പെട്ടത്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ബംഗബന്ധു, ബംഗാളിന്റെ സുഹൃത്ത് എന്നാണ് ആദരവോടെ വിളിക്കുന്നത്. കബീറിന്റെ ഗുരു? രാമാനന്ദൻ. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന സന്യാസിയും കവിയുമായിരുന്ന കബീറിന്റെ ഗുരു രാമാനന്ദനായിരുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് ആര്?
EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള EMS നമ്പൂതിരിപ്പാടിന്റെ പ്രശസ്തമായ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളതീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. കേരളത്തിലെ ചവറ, മണവാളക്കുറിച്ചി എന്നിവിടങ്ങളിൽ ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് IREL. ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞതാര്? അലക്സാണ്ടർ ചക്രവർത്തി. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന വാക്കുകളായി പറയപ്പെടുന്നതാണിത്. അമിതമായ ചികിത്സയും വൈദ്യന്മാരുടെ ഇടപെടലുമാണ് തന്റെ മരണത്തിന് കാരണമായതെന്ന് അദ്ദേഹം പരിഹസിച്ചു എന്ന് കരുതപ്പെടുന്നു. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പൂച്ച കാർബൺ കോപ്പി CC. 2001 ടെക്സസ് A&M സർവകലാശാലയിലെ ഗവേഷകർ ക്ലോൺ ചെയ്ത ആദ്യത്തെ പൂച്ചയാണ് കാർബൺ കോപ്പി CC എന്ന് ചുരുക്കി വിളിക്കുന്നു. കേളുചരൻ യാത്രയുമായി ബന്ധപ്പെട്ട കലാരൂപം ഒഡീസി. പ്രശസ്ത ഒഡീസി നർത്തകനും ഗുരുവുമായിരുന്ന കേളുചരൻ യാത്ര ഈ ക്ലാസിക്കൽ നൃത്തരൂപത്തിന് ആഗോള അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. സാധാരണയായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോച്ചുലൈനം എന്ന ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന ടോക്സിനാണ് ബോട്ടുലിസം എന്ന കഠിനമായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം. ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രവിശങ്കർ. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന വിഖ്യാത സിനിമയുടെ സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. അദ്ദേഹം ഒരു പ്രശസ്ത സിതാർ വാദകനും ഭാരതരത്ന ജേതാവുമാണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം 1946. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രമേളകളിലൊന്നായ കാൻ ഫിലിം ഫെസ്റ്റിവൽ ഫ്രാൻസിലെ കാൻ നഗരത്തിൽ 1946 ആരംഭിച്ചു. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. പുരാതന വസ്തുക്കളുടെയും ജൈവ അവശിഷ്ടങ്ങളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റേഡിയോമെട്രിക് ഡേറ്റിംഗ് രീതിയാണ് കാർബൺ ഡേറ്റിംഗ്. ഇതിനായി കാർബൺ 14 ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന്റെ ആദ്യത്തെ പേര് ഏഷ്യാറ്റിക് ഗെയിംസ് എന്നായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത്. ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ് യോം കിപ്പൂർ? യഹൂദമതം. യഹൂദമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ ദിവസമാണ് യോം കിപ്പൂർ. ഇത് പാപമോചനത്തിനായുള്ള പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസമാണ്. ഏതു വർഷം മുതലാണ് മൊത്തം സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകിത്തുടങ്ങിയത്? 1982. 1982 വരെ ജ്ഞാനപീഠം ഒരു പ്രത്യേക കൃതിക്കാണ് നൽകിയിരുന്നത്. 1982 മുതൽ ഒരു എഴുത്തുകാരന്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് ആറടി മണ്ണ് എന്ന് പറഞ്ഞതാര്? മൗലാന മുഹമ്മദ് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവായിരുന്ന മൗലാന മുഹമ്മദ് അലിയുടെ ഈ വാചകം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു. കന്നഡയിലെ പുതുവർഷം ഉഗാദി. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഉഗാദി. ഇത് ഈ പ്രദേശങ്ങളിലെ ചാന്ദ്ര പുതുവർഷമാണ്. സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സീസിയം. സാധാരണ താപനിലയിൽ മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് സീസിയം ഏറ്റവും കൂടുതൽ താപീയ വികാസം കാണിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒന്നാണ്. കലാമൈൻ ഏതിന്റെ അയിരാണ്? സിങ്ക്. കാലമൈൻ എന്നത് സിങ്കിന്റെ ഒരു അയിരാണ്. പ്രധാനമായും സിങ്ക് കാർബണേറ്റ്, ZnCO3,
അല്ലെങ്കിൽ സിങ്ക് സിലിക്കേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ZN4SI2O എന്നിവ ചേർന്ന മിശ്രിതമാണ് ഇത്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ SK പൊറ്റക്കാട്ട്. പ്രശസ്ത മലയാള സാഹിത്യകാരനായിരുന്ന SK പൊറ്റക്കാട്ട് 1962-ൽ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോൺ മത്തായി. 1950 മുതൽ 51 വരെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന ജോൺ മത്തായിയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മലയാളി. കോങ്കോ റിപ്പബ്ലിക്കിന്റെ സ്ഥാപക നേതാവ് പാട്രിസ് ലുമുമ്പ. കോങ്കോ റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യ സമര നേതാവും ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു പാട്രിസ് ലുമുമ്പ. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രോമിത്യ. 2003-ൽ ഇറ്റലിയിൽ ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിരയാണ് പ്രൊമീറ്റിയ. ഗോവാലിയ ടാങ്ക് ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. 1942-ൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതും ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തതുമായ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കൽ, സ്ത്രീകളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ തുടങ്ങിയ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാൽ രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിമായ രാജാ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്ത ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നു. അലഹബാദ് നഗരത്തിന്റെ സ്ഥാപകൻ അക്ബർ. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1583-ൽ അലഹബാദ് എന്ന പേരിൽ നഗരം സ്ഥാപിച്ചു. ഇത് പിന്നീട് അലഹബാദ് എന്നും ഇപ്പോൾ പ്രയാഗ്രാജ് എന്നും അറിയപ്പെടുന്നു. അവസാനത്തെ ശുംഗ രാജാവ് ദേവഭൂതി. ശുംഗ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ദേവഭൂതി. അദ്ദേഹത്തെ കണ്വ രാജവംശത്തിലെ വാസുദേവ കണ്വൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ബാലാമണിയമ്മ. മലയാളത്തിലെ പ്രശസ്ത കവയിത്രി ബാലാമണിയമ്മയുടെ ഒരു ശ്രദ്ധേയമായ കവിതാസമാഹാരമാണ് മുത്തശ്ശി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പഴയ പേര് ജൂന രാജകുമാരൻ, ജൂന ഖാൻ. ദില്ലി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര് ജൂന ഖാൻ എന്നായിരുന്നു. മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര് അർജുമന്ത് ബാനു ബീഗം. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പ്രിയ പത്നിയായിരുന്ന മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര് അർജുമന്ത് ബാനു ബീഗം എന്നായിരുന്നു. താജ്മഹൽ നിർമ്മിച്ചത് അവരുടെ ഓർമ്മക്കാണ്. ആന്ധ്രകേസരി എന്ന് അറിയപ്പെട്ടത് പി പ്രകാശം. ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന തങ്കുത്തൂരി പ്രകാശത്തെ ആന്ധ്രകേസരി എന്ന് ആദരവോടെ വിളിച്ചിരുന്നു. ആരുടെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്? ജോർജ് രാജാവിന്റെ. ബ്രിട്ടീഷ് ചക്രവർത്തിയായ ജോർജ് അഞ്ചാമൻ 1911-ൽ ഇന്ത്യ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി മുംബൈയിൽ നിർമ്മിച്ച സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ആസൂത്രിതമായി ഉപകരണങ്ങളുണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ആസൂത്രിതമായി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഇത് ചെമ്പ് യുഗത്തിന്റെ ചൽക്കോലിത്ത കേജ് തുടക്കത്തിന് കാരണമായി. കെ നായനാരുടെ പൂർണ്ണനാമം ഏറമ്പാല കൃഷ്ണൻ നായനാർ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ നായനാരുടെ പൂർണ്ണനാമം ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്നാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ: ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്.
നിയമനിർമ്മാണത്തിന് ഈ 3 ഘടകങ്ങൾക്കും പങ്കുണ്ട്. ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളക്. കുരുമുളകിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് ദ്രുതവാട്ടം, ക്വെക്ക് വെൽറ്റ്. ഇത് ഫൈറ്റോഫ്തോറ ക്യാപ്സിസി, ഫൈറ്റോഫ്തോറ കാപ്സക്കി എന്ന ഫംഗസ് കാരണമുണ്ടാകുന്നു. ഏതു വിഷയത്തിലാണ് ഏറ്റവുമൊടുവിൽ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്? ഇക്കണോമിക്സ്, സാമ്പത്തികശാസ്ത്രം. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി സ്വീഡന്റെ കേന്ദ്ര ബാങ്ക് 1968-ൽ സാമ്പത്തികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തി. ഇത് 1969 മുതൽ നൽകിത്തുടങ്ങി. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ പിതാവ്? സാരംഗദേവൻ. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ തത്വങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥമായ സംഗീത രത്നാകരം രചിച്ച സാരംഗദേവനെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത്? CV രാമൻ. ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന CV രാമൻ 1934-ൽ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ്, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചു. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ബാലഗംഗാധര തിലകൻ. ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തതിന് ബ്രിട്ടീഷുകാർ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. വാലന്റൈൻ ചിറോൾ ആണ് ഈ പ്രയോഗം നടത്തിയത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം? 1938. ഉത്തരവാദിത്തപ്പെട്ട ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ 1938-ൽ രൂപീകരിച്ച രാഷ്ട്രീയ സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ലാറ്ററൻ ഉടമ്പടി പ്രകാരം 1929-ൽ നിലവിൽ വന്ന രാജ്യം? വത്തിക്കാൻ. 1929-ലെ ലാറ്ററൻ ഉടമ്പടി, ലാറ്ററൻ ട്രീറ്റി പ്രകാരം ഇറ്റലിയും ഹോളി സീയും തമ്മിൽ ഒപ്പുവെച്ച കരാറിലൂടെ വത്തിക്കാൻ നഗരം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ്? മുഖ്യമന്ത്രി. കേരളത്തിലെ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. ഇതിന്റെ പ്രസിഡന്റ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ആദ്യമായി 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ സ്പീക്കർ? M. വിജയകുമാർ. കേരള നിയമസഭയിൽ 1996 മുതൽ 2001 വരെ സ്പീക്കറായിരുന്ന M. വിജയകുമാറാണ് 5 വർഷം പൂർണ്ണ കാലാവധി തികച്ച ആദ്യത്തെ സ്പീക്കർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തു? വണ്ട്. ഷഡ്പദങ്ങളിൽ ഏറ്റവും വലിയ നിരയാണ് കൊലിയോപ്റ്ററ അഥവാ വണ്ടുകൾ. ലോകത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവിവർഗങ്ങളിൽ ഏകദേശം 25% വണ്ടുകളാണ്. രാജാകേശവദാസ് തിരുവിതാംകൂർ ദിവാനായത് ഏതു വർഷത്തിൽ? AD 1789. ധർമ്മരാജാവിന്റെ ഭരണകാലത്ത് 1789-ൽ തിരുവിതാംകൂറിന്റെ ദിവാനായി രാജാകേശവദാസ് ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ വലിയ പുരോഗതി നേടി. ഉത്തരാസ്വയംവരം ആട്ടക്കഥ എഴുതിയത്? ഇരയിമ്മൻ തമ്പി. പ്രശസ്ത കവിയും സംഗീതജ്ഞനുമായിരുന്ന ഇരയിമ്മൻ തമ്പിയുടെ ശ്രദ്ധേയമായ ഒരു ആട്ടക്കഥയാണ് ഉത്തരാസ്വയംവരം. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം? 1961. 1961 ജൂലൈ 1-നാണ് കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത്. ഇത് കേരള സംസ്ഥാനത്തിന്റെ തപാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദി? ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ നദീവ്യവസ്ഥകളിലൊന്നാണ് ആമസോൺ നദി. ഇതിന് ആയിരക്കണക്കിന് കൈവഴികളുണ്ട്. അവ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് തടം രൂപീകരിക്കുന്നു. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി? പെൻഗ്വിൻ. പെൻഗ്വിനുകൾക്ക് ശരീരത്തിൽ വളരെ സാന്ദ്രമായ തൂവലുകളുണ്ട്. ഇത് തണുത്ത വെള്ളത്തിൽ നീന്തുമ്പോൾ അവയുടെ ശരീരത്തെ ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കുന്നു. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലം? പെരുവണ്ണാമൂഴി.
കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴിയിൽ വിവിധ ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു സ്മൃതിവനം, സ്മരണാന്തരീക്ഷം ഉണ്ട്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. 1750-ൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിനെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് താൻ പത്മനാഭദാസനായി രാജ്യം ഭരിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. സമാധാന നോബൽ പുരസ്കാരത്തിനർഹയായ ആദ്യ വനിതയായ ബെർത്ത വോൺ സട്നർ ഏത് രാജ്യക്കാരിയായിരുന്നു? ഓസ്ട്രിയ. സമാധാന നോബൽ സമ്മാനം നേടിയ ആദ്യ വനിതയായ ബെർത്ത വോൺ സട്നർ ഓസ്ട്രിയൻ എഴുത്തുകാരിയും സമാധാന പ്രവർത്തകയുമായിരുന്നു. ലേ ഡൗൺ യോർ ആംസ് എന്ന പ്രശസ്ത നോവലിന്റെ രചയിതാവായ അവർ 1905-ലാണ് ഈ ബഹുമതിക്ക് അർഹയായത്. ദേശീയ പതാകയുടെ ഇന്നത്തെ രൂപം അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലി യോഗത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഇപ്പോഴത്തെ രൂപം ഔദ്യോഗികമായി അംഗീകരിച്ചത്. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പു 1903-ൽ തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചു. പത്രസ്വാതന്ത്ര്യത്തിനുവേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ. ലോകത്ത് ആദ്യമായി പത്രസ്വാതന്ത്ര്യത്തിനുവേണ്ടി നിയമനിർമ്മാണം നടത്തിയത് സ്വീഡനാണ്. 1766-ൽ പാസാക്കിയ നിയമം വിവരാവകാശത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അടിത്തറയിട്ടു. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. 1948-ൽ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പാണ് ഒരു ദേശീയ നേതാവിനെ ആദരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സ്റ്റാമ്പ്. ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യം പോളണ്ട്. പോളണ്ടിൽ 2005-ൽ ലെക് കാച്ചിൻസ്കി പ്രസിഡന്റായപ്പോഴും അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരൻ യാരോസ്ലാവ് കാച്ചിൻസ്കി പ്രധാനമന്ത്രിയായപ്പോഴും ഈ സവിശേഷത ഉണ്ടായി. ഏറ്റവും കൂടുതൽ ജീവിതദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ജിംനോസ്പേമുകൾ. ജിംനോസ്പേം വിഭാഗത്തിൽപ്പെട്ട പല സസ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ചില കോണിഫറുകൾക്ക് കൊനഫേഴ്സ്, ആയിരക്കണക്കിനു വർഷം വരെ ജീവിതദൈർഘ്യമുണ്ട്. ബ്രസിലിക്കോൺ പൈൻ, ബ്രിസൽക്കോൺ പൈൻ ഇതിനൊരു ഉദാഹരണമാണ്. തുമ്പ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ. തിരുവനന്തപുരം തുമ്പയിലെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ TRLS നിന്ന് 1963 നവംബർ 21 വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് അമേരിക്കൻ നിർമ്മിത നൈക്ക് അപ്പാച്ചെ ആയിരുന്നു. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് ഏറ്റവും ശക്തമായ ഗുരുത്വാകർഷണവുമുണ്ട്. അതിനാൽ ഒരു വസ്തുവിന് വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടും. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VET ഭട്ടതിരിപ്പാട്. സാമൂഹിക പരിഷ്കർത്താവും നാടകകൃത്തുമായ VET ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തടാകങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഉദയ്പൂർ. രാജസ്ഥാനിലെ മനോഹരമായ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ഉദയ്പൂർ നഗരം തടാകങ്ങളുടെ നഗരം എന്നും കിഴക്കിന്റെ വെനീസ് എന്നും അറിയപ്പെടുന്നു. തലൈമനാർ എവിടെയാണ്? ശ്രീലങ്ക. ശ്രീലങ്കയുടെ വടക്കുപടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖ നഗരമാണ് തലൈമനാർ. ഇന്ത്യയുമായി കടൽമാർഗം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണിത്. യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച്ച് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരമായ സൂറിച്ച് ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലെ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം
30. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിൽ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. ഈ പദവിക്ക് ചുരുങ്ങിയത് 9 വർഷത്തെ പൗരത്വവും ആവശ്യമാണ്. ഭൂമിയുടെ കരഭാഗത്തിന്റെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഏഷ്യ? 30. ഏഷ്യൻ ഭൂഖണ്ഡം ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏകദേശം 30% വിസ്തീർണവും ഉൾക്കൊള്ളുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ്, കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? 30. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശവും പടിഞ്ഞാറേ അറ്റത്തുള്ള രേഖാംശവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഇത് ഏകദേശം 2 മണിക്കൂറിന്റെ സമയവ്യത്യാസത്തിന് കാരണമാകുന്നു. ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ? 30. ഒരു പ്രദേശത്തെ ദീർഘകാലത്തെ കുറഞ്ഞത് 30 വർഷം ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് നിർവചിക്കപ്പെടുന്നത്. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? 30. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക കമ്മിറ്റികളിലൊന്നാണ്. ലോക്സഭയിൽ നിന്നുള്ള 30 അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത്.